നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പിമോൾ ഇറങ്ങിപ്പോയപ്പോ ഈ സത്യമ്മയുടെ പ്രാണൻ അറ്റുപോയ പോലെ തോന്നി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ ആരും അല്ലെന്നാണല്ലോ പറയുന്നത്. സത്യമ്മയുടെ കൊച്ചുമോളല്ലെന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെ മകളല്ലാന്ന്. ഈശ്വര, കണ്ണ് നിറയൊന്ന് കണ്ടിട്ട് പോലുമില്ല. 6 വർഷം, നീണ്ട 6 വർഷം കാണാൻ ഏറെ കൊതിയുണ്ടായിട്ടും ഒരു ഫോട്ടോ പോലും ചോദിച്ചിട്ടില്ല ഞാൻ. മനസ്സിനെ നിയന്ത്രിച്ചു, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. ഒടുവിൽ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്ന് അപഹരിച്ച് കളയല്ല എന്റെ പൊന്നിനെ. പകരം തീർച്ചയായി എന്റെ ജീവനും ജീവിതവും എല്ലാം ആ കാൽക്കൽ നേദിക്കാൻ ഞാൻ. കഷ്ടமான നാള്. காலை முதலில் சாயந்தரம் வரை எங்க எல்லாம் அலைஞ்சு எதுவுமே கிடைக்கல. வாய் மூடுறி. என்ன என்ன விஷயம்? அங்க அங்க பாரு. அடடடடா, அருமையான குழந்தை. அருமை இல்லை, எருமை. എടി വിവരം കെട്ടവളെ, നമ്മള് രണ്ടാളും யாரோடு ചെന്ന് കൈ നീട്ടിയാലും ഒന്നും തരാது. நம்ம கூட இந்த மாதிரி ஒரு குழந்தை இருந்தா எந்தெல்லாம் கிடைக்கும் தெரியுமா? இது யாருடைய குழந்தை? இது யாருக்கு தெரியும்? இது நம்ம குழந்தை. ஆனா 2 நாளைக்கு அப்புறம் கண்ணு தெரியாம நடந்துரும். அது எப்படி? இப்படி. கண்ணு இல்லாம இருந்தா நிறைய பணம் கிடைக்கும். ஏய், அல்ல நீங்களா? பயந்து போச்சு. என்ன பிசினஸ்? அந்த குழந்தை என்னோட குழந்தை. அது எப்ப முதல்ல? இப்ப முதல்ல. மரியாதைக்கு பேசாம நில்லு. അതെ, എന്നോട് ക്ഷമിച്ചേക്കണേ. ഞാൻ മനഃപൂർവ്വം നോക്കാതിരുന്നതല്ല. എന്റെ കണ്ണ് വെട്ടിച്ചിറങ്ങി പോയതാ. ഒന്നും മനഃപൂർവ്വമല്ല, അറിയാതെയാ. മനസ്സിലായി. പക്ഷെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ശ്യാമേ. അതറിഞ്ഞ് പെരുമാറിയ ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ല.
അയ്യോ, അച്ഛച്ചാ ആ അച്ഛന്റെ പൊന്നുമോളിക്ക് വന്നേ. അയ്യോ മോളെ, എവിടെ പോയതായിരുന്നു നീ? എങ്ങും പോരുത് കേട്ടോ. എല്ലാരും പേടിച്ചു പോയില്ലേ? അച്ഛനും പേടിച്ചു. അച്ഛന്റെ മുത്തേ, എവിടെയായിരുന്നു നീ? പപ്പി ചെല്ലേ. പപ്പി എന്താ മോളെ കാണിച്ചേ? പേടിച്ചു പോയില്ലേ ഞങ്ങള്? മോളിങ് വന്നേ. മോള് വാ. ഇനി അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. ദേ, എന്റെ പപ്പിമോള ഈ വീടിന്റെ സ്വത്ത്. പപ്പിമോൾ ഇറങ്ങിപ്പോയപ്പോ ഈ സത്യമ്മയുടെ പ്രാണൻ അറ്റുപോയ പോലെ തോന്നി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ ആരും അല്ലെന്നാണല്ലോ പറയുന്നത്. സത്യാമ്മയുടെ കൊച്ചുമോളല്ലെന്ന്. എന്റെ അച്ഛന്റെ അമ്മയുടെ മകളല്ലാന്ന്. അതൊക്കെ അവര് നുണ പറയുന്നത്. എന്റെ പൊന്നല്ലേ സത്യമ്മയുടെ കൊച്ചുമോള്. മോളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പൊന്നു മോള്. എന്നിട്ട് അവരാരും സത്യാമ്മ പറയുന്ന വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ അമ്മയുടെ മോൾ അല്ലാന്നല്ലേ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.